ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 11ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം എല്ലാവരും ഞാൻ നന്ദി പറഞ്ഞു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ 26ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വചനം ധ്യാനിപ്പാനിടയായി തീർന്നു. ഈ സെക്ഷനിൽ നാം 27ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മുടെ ചിന്ത തുടരുകയാണ്. 27ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം മുതൽ 28ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ ഈ 2 അധ്യായങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും അനുസരണക്കേടാൽ ഉണ്ടാകുന്ന ശാപത്തെക്കുറിച്ചുമാണ് മുഖ്യ പ്രതിപാദ്യ വിഷയം. അപ്പോൾ 27ാം അധ്യായവും 28ാം അധ്യായവും ദൈവത്തെ അനുസരിക്കുന്നതിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവത്തെ അനുസരണക്കേട് കാണിക്കുന്നതിനാൽ ലഭിക്കുന്ന ശാപങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദ്യ വിഷയം. നാം ഇത് പഠിക്കുമ്പോൾ ദൈവം അനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. മോശെ ഇസ്രായേൽ മൂപ്പന്മാരുടെ കൂടെ ജനത്തോട് കൽപ്പിച്ചതെന്നാൽ, ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പീൻ. നിങ്ങൾ യോർദാൻ കടന്നതിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തയ്ക്കണം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതണം. ആകയാൽ നിങ്ങൾ യോർദാൻ കടന്നിട്ട് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടുകയും അവയ്ക്ക് കുമ്മായം തേക്കുകയും വേണം. അവിടെ നിന്ന് ദൈവമായ യഹോവയ്ക്ക് കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത്. ചെത്താത്ത കല്ലുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയണം. അതിന്മേൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിക്കണം. സമാധാന യാഗങ്ങളും അർപ്പിച്ച് അവിടെ തിന്നുകയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കുകയും വേണം. ആ കല്ലുകളിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളൊക്കെയും നല്ല തെളിവായി എഴുതണം. മോശയെയും ലേവ്യരായ പുരോഹിതന്മാരെയും എല്ലാം ഇസ്രായേലിനോടും ഇസ്രായേലെയും ഉണ്ടാതിരുന്ന് കേൾക്കുക. ഇന്ന് നിന്റെ ദൈവമായ യഹോവയുടെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്കനുസരിച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവരുടെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണമെന്ന് പറഞ്ഞു. അന്ന് മോശ ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ, യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗെരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ശിമിയോൻ, ലേവി, യഹൂദ, ഇസാക്കർ, യോസേഫ്, ബെന്യാമിൻ, ശബിപ്പാൻ. ഏബാൽ പർവ്വതത്തിൽ നിൽക്കേണ്ടവരോ രൂബേൻ, ഗാദ്, ആശേർ, സെബ്ലൂൻ, ദാൻ, നഫ്താലി. അപ്പോൾ ലേവ്യരെല്ലാം ഇസ്രായേലോട് ഉറക്കെ വിളിച്ചു പറയുന്നത് എന്നാൽ, ശില്പിയുടെ കൈപ്പണിയായ യഹോവയ്ക്ക് അർപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്ത ഉണ്ടാക്കിയ രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കൂട്ടുകാരനെ അതിൽ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. പരദേശിയുടെയും അനാഥനെയും വിധവയുടെയും ന്യായം മറച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പൻ്റെ ഭാര്യയുടെ കൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ വസ്ത്രം നീക്കിയതുകൊണ്ട് ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. വല്ല മൃഗത്തോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോട് ശയിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അമ്മാവിയമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കണ്ടോ, ഒരുപാട് കാര്യങ്ങളിലൂടെ എങ്ങനെയാണ് ശാപങ്ങൾ വന്നു ചേരുന്ന കാര്യങ്ങൾ പറയുകയാണ്. ഒടുവിൽ 26ാം വാക്യം, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവവചനം അനുസരിക്കാനുള്ളതാണ്. അനുസരിക്കുന്നതിലൂടെ അനുഗ്രഹമാണ്. അത് തിരസ്കരിക്കുന്നതിലൂടെ നമ്മൾ ശാപത്തെ വിളിച്ച് വരുത്തുകയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. വചനം പഠിക്കുമ്പോൾ വചനം അനുസരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നത് 28ാം അധ്യായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 28ാം അധ്യായവും എന്താണ്? വചനം അനുസരിക്കുന്നതിലൂടെ അനുഗ്രഹങ്ങളും അനുസരിക്കാതിനാണ് ശാപങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഓടിച്ച് വായിക്കാം. ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിൽ ഉള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതനാക്കും.
ദൈവമായ യഹോവയുടെ വാക്കുകേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ നിൻ്റെ യഹോവ നിൻ്റെ മുമ്പിൽ നിന്ന് തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവർ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്ന ഭൂമിയിലുള്ള സകല ജാതികളും കണ്ടു നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിൻ്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്ത് യഹോവ നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലിയുടെ ഫലത്തിലും നിൻ്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് ദേശത്ത് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെ അനുഗ്രഹിക്കുവാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. ഞാൻ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നമുക്കറിയാം, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ചില പ്രസംഗർ പറഞ്ഞ എല്ലാ തലങ്ങളിലും ഉയർച്ച, സകല മണ്ഡലങ്ങളിലും വിടുതൽ, അങ്ങനെയൊക്കെ പറയാവുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നിന്നെ വാലല്ല തലയാക്കും. ഇതൊക്കെ നമ്മുടെ സാധാരണ ആൾക്കാർ പറഞ്ഞ പദങ്ങളാണ്. ഇതെല്ലാം ശരിയാണ്. വാലല്ല തലയാക്കും, എല്ലാ തലങ്ങളിലും ഉയർച്ച ഉണ്ടാകും, ഒക്കെ നല്ല കാര്യം. പക്ഷേ എന്താ എൻ്റെ പ്രമാണം? ഈ പ്രമാണം പലപ്പോഴും പലരും പറയാറില്ല. ഈ ആൾക്കാർക്ക് പ്രമാണം കേൾക്കാൻ താല്പര്യവുമില്ല. അവർക്ക് ഈ എല്ലാ തലങ്ങളിലും സമൂല പരിവർത്തനം കേട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷമായി അല്ലേ? വാലല്ല തല പറഞ്ഞാൽ വലിയ സന്തോഷം. പക്ഷേ വാലല്ല തലയാകണമെങ്കിൽ, എല്ലാ തലങ്ങളിലും മാറ്റം വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അനുസരിക്കുക എന്നുള്ളത്. എന്തനുസരിക്കണം? ദൈവത്തിനും അതിനനുസരിക്കാനുള്ളതാണ്. ദൈവത്തിനും അതിനനുസരിക്കാതെ വായി തുണകൾ നടന്നിട്ട് ഇതുവെല്ലാം പ്രാപിക്കുന്നു പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇവിടെയാണ് പലപ്പോഴും പ്രസംഗകർ കേൾവിക്കാരെ വഞ്ചിക്കുന്നത്. ഈ അനുഗ്രഹത്തിൻ്റെ സന്ദേശം കേൾക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അല്ലേ? അത് കേൾക്കാനും അതിൻ്റെ പുറകെ പോകാനൊക്കെ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ദൈവം ഒരിക്കലും വ്യവസ്ഥയില്ലാതെ ആരെയും അനുഗ്രഹിച്ചിട്ടില്ല. ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മാനിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വ്യവസ്ഥയുടെ പുറത്തായിരിക്കും. വ്യവസ്ഥ തെറ്റിക്കുന്നവനെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞത് വെറുതെ അവരിട്ട് ചാടിക്കാമെന്നല്ലാതെ ആ പ്രസംഗം കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന പ്രഭാഷകർ മിനിമം ചെയ്യേണ്ടത് എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നവർക്കെന്ന് ജനത്തോട് വിവരിച്ചു കൊടുത്തോളം. ഇവിടെ ഇതെല്ലാം സകല തലങ്ങളിലും ഉന്നത ഉയർച്ച എന്ന് പറയുമ്പോൾ അവിടെ വചനം അനുസരിച്ചാൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ വചനം അനുസരിച്ച് ജീവിക്കുക നമ്മുടെ ഉത്തരവാദിത്വം. ഓക്കെ, ഇവിടെ 15 വാക്യം പോലെ 28-15. എന്നാൽ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. അപ്പോൾ അനുസരിച്ചാൽ അനുഗ്രഹം എന്ന് പറഞ്ഞ അതേ വചനം തന്നെ അനുസരിക്കാതിരുന്നാൽ ശാപവും കിട്ടുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് നാം ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. വെറുതെ അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും ദൂത് മാത്രം പറഞ്ഞാൽ പോരാ. എപ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നത്? എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ നഷ്ടമാകും? ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ഇടവരയണം. ജനത്തിന് കേൾക്കാൻ താല്പര്യമില്ല. ജനത്തിനെപ്പോഴും കർണരസമാകുമാറ് കിഴവിക്കഥകളൊക്കെ കേൾക്കാനാണ് ജനത്തിന് ആഗ്രഹം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പല പ്രഭാഷകരും കൺവെൻഷൻ സ്റ്റേജുകളൊക്കെ കോമഡി ഷോ ആക്കി മാറ്റുകയാണ്. കൺവെൻഷൻ സ്റ്റേജിൽ കോമഡി ഷോ ആക്കി മാറ്റിയതിൻ്റെ അധപ്പതനമാണെന്ന് ദൈവസഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കൺവെൻഷൻ സ്റ്റേജിലൊക്കെ വന്നാൽ കൺവെൻഷൻ പന്തലിൽ കരച്ചിലേ. കാരണം ദിവ്യാത്മാ നിയോഗത്താൽ ദൈവദാസന്മാർ ദൈവനെ ശുശ്രൂഷിക്കുന്നു, ഞാനത് കേൾക്കുന്നു, പാപബോധം ഉണ്ടാകുന്നു, ഏറ്റു പറയുന്നു, കരച്ചിലും വിലാപവും ക്രമീകരണമൊക്കെയാണ്. ഇന്ന് നമ്മൾ കോമഡി ചാനൽ വെച്ച് കോമഡി ഷോ കാണുന്നതിന് പകരമായിട്ട് ചിലരുടെയൊക്കെ കൺവെൻഷൻ പ്രസംഗത്തിന് പോയിരുന്നാൽ മതി. എന്താ പറയുക, ചിരിച്ചിരിച്ച് മടുത്തു എന്നൊക്കെ ചിലർ പറഞ്ഞത്. ചില പറഞ്ഞാൽ ചിരിച്ചിരിച്ച് വയറ് കൊളുത്തി പിടിച്ച് വേനെടുക്കുന്നു പറഞ്ഞത്. എടാ, കൺവെൻഷന് പോയി ദൈവനെ ശുശ്രൂഷ കേട്ടിട്ട് ചിരിച്ചു പോകാനാണ് നീ പിന്നെ അങ്ങോട്ട് പോയതിനാ? നിനക്ക് ആ TV ഓൺ ചെയ്ത് വെച്ചാൽ കോമഡി ഇഷ്ടംപോലെ കോമഡി ചാനലുകളുണ്ട്, അത് കണ്ടാൽ പോരായിരുന്നു.
കൺവെൻഷൻ കേൾക്കുന്നത്, ദൈവനം കേൾക്കാൻ പോകുന്നത് നീ ചിരിച്ചിയാവാനല്ല. ദൈവനം പ്രസംഗിക്കുന്നവൻ ജനത്തെ ചിരിപ്പിക്കാൻ വേണ്ടിയല്ല പ്രസംഗിക്കേണ്ടത്. ജനം ദൈവത്തോട് അടുക്കാനിട വരണം, ദൈവ പ്രമാണം എടുക്കാനിടയായി തീരണം എന്നാ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ വായിക്കേണ്ട കാര്യം, കൽപ്പന ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്ന് ഭവിക്കും. പട്ടണത്തിൽ ശപിക്കപ്പെട്ടിരിക്കും, വയലിലും ശപിക്കപ്പെട്ടിരിക്കും. എൻ്റെ കുട്ടയും മാവ് ഉഴയ്ക്കുന്ന തൊട്ടിയും ശപിക്കപ്പെട്ടിരിക്കും. എൻ്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകളുടെ പേറും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും. അകത്ത് വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും. എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവർത്തന നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും പ്രാക്കും അയക്കും. കണ്ടോ, ദൈവപ്രമാണം ലംഘിച്ചു പോകുന്നവരെ സംബന്ധിച്ച് അവർ തൊടുന്ന സകലത്തിലും അത് ശാപഗ്രസ്തമായി തീരുമെന്നാണ് വചനം പറയുന്നത്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ദൈവം നമ്മൾ വീട്ടിൽ ആളാൻ പ്രതി എല്ലാവർക്കും ബൈബിളുണ്ട്. ചിലപ്പോൾ ചിലർക്ക് 2-3 ബൈബിൾ ഒരാൾക്ക് സ്വന്തമായിട്ടുണ്ടാകാം. ഇപ്പോൾ മൊബൈലിൽ പല വേർഷനുള്ള ബൈബിളുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഇതനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എനിക്ക് ഓർമ്മയുള്ളത്, ഇത് നമ്മുടെ 408ാമത്തെ ക്ലാസ്സാണ്. 408ാമത്തെ ക്ലാസ്. 408 ക്ലാസ്സിലും പങ്കെടുത്ത ആൾക്കാരുണ്ട്. ഇടയ്ക്കും തലയ്ക്കും വന്ന് കയറി തുടർമാനമായി പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ പക്ഷേ ഈ ക്ലാസ് ആദ്യമായി കേൾക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എന്തായാലും ദൈവനം കേട്ട് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മറന്നു പോകരുത്. അടുത്തത്, നീ കൈവശമാക്കും ചില ദേശത്ത് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നശിക്കും വരെ അവൻ നിന്നെ പിന്തുടരും. നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴിലുള്ള ഭൂമി ഇരുമ്പുമാകും. യഹോവ നിന്റെ ദേശത്തിലെ മഴയെ പൊടിയും പൂഴിയുമാക്കും. നീ നശിക്കും വരെ അത് ആകാശത്ത് നിന്ന് നിന്റെ മേൽ പെയ്യും. ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. നീ ഭൂമിയിലെ ചില രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും. നിന്റെ ശവം ആകാശത്തെ ചില പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും. അവയെ ആട്ടിക്കളയുവാൻ ആരുമുണ്ടാകുകയില്ല. യഹോവ നിന്നെ മിസ്രൈമിലെ പരുക്കൾ, മൂലവ്യാധി, ചൊറി, ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാകുകയുമില്ല. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ചസമയത്ത് തപ്പി നടക്കും. നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരികയില്ല. നീ എപ്പോഴും പീഡിതനും അപഹാരഗതനും ആയിരിക്കും. നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാകുകയില്ല. നീ ഒരു സ്ത്രീവാസം നിയമിക്കും, മറ്റൊരുത്തിന് അവളെ പരിഗ്രഹിക്കും. നീ ഒരു വീട് പണിയിക്കുമെങ്കിലും അതിൽ പാർക്കുകയില്ല. നീ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കും, ഫലം അനുഭവിക്കുകയില്ല. നിന്റെ കാളയെ നിന്റെ മുമ്പിൽ വെച്ച് അറുക്കും, എന്നാൽ നീ അതിൻ്റെ മാംസം തിന്നുകയില്ല. നിന്റെ കഴുതി അതിൻ്റെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകും, തിരികെ കിട്ടുകയുമില്ല. നിന്റെ ആടുകൾ ശത്രുക്കൾക്ക് കൈവശമാകും, അവയെ വിടുവിപ്പാൻ നിനക്ക് ആരുമുണ്ടാകുകയില്ല. നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും. നിന്റെ കണ്ണ് ഇടപെടാതെ അവരെ നോക്കിയിരുന്ന് ക്ഷീണിക്കും, എങ്കിലും നിന്നാൽ ഒന്നും സാധിക്കുകയില്ല. നിന്റെ കൃഷിഫലവും നിന്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതികൾ അനുഭവിക്കും. നീ എല്ലാ നാളും ബാധിതനും പീഡിതനുമാകും. നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്തി പിടിക്കും. സൗഖ്യമാകാത്ത പരുക്കളാൽ യഹോവ നിന്നെ ഉള്ളങ്കാൽ തുടങ്ങി നെറുകവരെ ബാധിക്കും. യഹോവ നിന്നെയും നിന്റെ മേലാക്കിയ രാജാവിനെയും നീയാകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ പോകുമാറാക്കും. അവിടെ നീ ഒരു മരവും കല്ലുമായ അന്യദൈവങ്ങളെ സേവിക്കും. യഹോവ നിന്നെ കൊണ്ടുപോകുന്ന സ്ഥല ജാതികളുടെയും ഇടയിൽ നീ സ്തംഭനത്തിനും പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയമായി തീരും. നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും, എന്നാൽ വെട്ടുകളി തിന്നുകളകൊണ്ട് കുറേ മാത്രം കൊയ്യും. ഈ മുന്തിരിത്തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യും, എങ്കിലും പുഴു തിന്നു കളഞ്ഞുകൊണ്ട് വീഞ്ഞു കുടിക്കുകയില്ല, പഴം ശേഖരിക്കുകയുമില്ല. ഉലുവർഷങ്ങൾ നിന്റെ നാട്ടിലൊക്കെയും ഉണ്ടാകും, എങ്കിലും നീ എണ്ണ തേക്കുകയില്ല. നിന്റെ പിഞ്ച് പൊഴിഞ്ഞു പോകും. നീ പുത്രന്മാരെയും ജനിപ്പിക്കുമെങ്കിലും അവർ നിനക്ക് ഇരിക്കുകയില്ല. അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. വൃക്ഷങ്ങളും നിന്റെ ഭൂമിയുടെ ഫലവുമെല്ലാം പുഴുതിന്നു കളയും. ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്ന് വരും. നീയോ താണു പോകും. അവർ നിനക്ക് വായ്പ തരും, അവൻ വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടാകുകയില്ല. കണ്ടോ, വചനം അനുസരിക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച്. ഇസ്രായേലുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും എന്തുമാത്രം കാര്യങ്ങളാണ് പറഞ്ഞത്. അനുസരണക്കേട് നമ്മളെ ഏതെല്ലാം തരങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന്, ഏതെല്ലാം നഷ്ടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന്, എന്തെല്ലാം കഷ്ടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണ്. ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവർ നിന്നോട് കൽപ്പിച്ചുള്ള പല കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായതുകൊണ്ട് ഈ ശാപമൊക്കെയും നിന്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. ഹലോ, അനുസരണക്കേടിനാൽ
ശാപം വരുന്നു, നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എവിടെ വരെ? നശിക്കും വരെ. വളരെ സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവം പഠിക്കുന്നത് അനുസരിച്ച് അനുഗ്രഹം പ്രായപ്പം കാരണമായി തീരട്ടെ. അപ്പോൾ ഒരു അടയാളവും അത്ഭുതവുമായ നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും സേവിക്കായതുകൊണ്ട് യഹോവ നിന്റെ ഐക്യതാ ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാം ഞെരുക്കത്തോടും കൂടെ സേവിക്കും. അതുകൊണ്ടോ ദൈവം നമുക്ക് നന്മ തരുമ്പോൾ, ദൈവം നമ്മെ ഉയർത്തുമ്പോൾ, ദൈവം നമ്മെ മാനിക്കുമ്പോൾ ആ സമൃദ്ധിയിൽ നാം എന്ത് ചെയ്യരുത്? ദൈവത്തെ മറന്നു പോകരുത്. ആ സമൃദ്ധിയിൽ നാം ദൈവത്തെ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും സേവിക്കണം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനം ചെയ്യുന്നതിനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അത് സന്തോഷം ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് നമ്മൾ സന്തോഷം ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ മേൽ ഇരുമ്പ് മുഖം വയ്ക്കാൻ ചെയ്യും. യഹോവയുടെ പ്രവൃത്തി നാം സന്തോഷത്തോടെ ചെയ്യുക. യഹോവയുടെ പ്രവൃത്തി സന്തോഷത്തോടെ ചെയ്യണം. കണ്ടോ, അത് മറ്റുള്ളവരെ പ്രായോഗിക ചെയ്യുന്ന കാര്യമല്ല. അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ സങ്കടത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് അനുഗ്രഹമായി തരില്ല. സന്തോഷം ചെയ്താൽ നമുക്ക് അത് അനുഗ്രഹമായി തീരും. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പോകാം. ഭൂമിയുടെ അറുതിയിൽ നിന്നൊരു ജാതിയെ കഴുകൻ പറന്നു വരുന്ന പോലെ നിന്റെ മേൽ വരുത്തും. അവിടെ നീ അറിയാത്ത ഭാഷ പറഞ്ഞ ജാതി, വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി നശിക്കും വരെ നിന്റെ മൃഗഫലവും കൃഷിഫലവും തിന്നും. അവിടെ നിന്നെ നശിപ്പിക്കും വരെ ധാന്യമോ വീഞ്ഞോ എണ്ണയോ നിന്റെ കന്നുകാലികളുടെ പേരോ ആളുകളുടെ പിറപ്പോ ഒന്നും നിനക്ക് ശേഷിപ്പിക്കുകയില്ല. നിന്റെ ദേശത്ത് എല്ലായിടവും നീ ആശ്രയിച്ചിരിക്കുന്ന ഉയരവും ഉറപ്പുമുള്ള മതിലുകൾ വീഴും വരെ അവിടെ നിന്റെ എല്ലാ പട്ടണങ്ങളും നിന്നെ നിരോധിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന നിന്റെ ദേശത്ത് എല്ലായിടവും ഉള്ള നിന്റെ എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ നിരോധിക്കും. ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. നിന്റെ മധ്യേ മൃദുശരീരിയും മഹാസുഖഭോഗിയുമായിരിക്കുന്ന മനുഷ്യൻ തന്റെ സഹോദരനോടും തന്റെ മറുപടത്തിലെ ഭാര്യയോടും തനിക്ക് ശേഷിക്കുന്ന മക്കളോടും ലുബ്ധനായി അവരിൽ ആർക്കും താൻ തിന്നുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ ഒട്ടും കൊടുക്കുകയില്ല. ശത്രുവിൻ്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും രോധത്തിലും അവനൊന്നും ശേഷിച്ചിരിക്കുകയില്ല. ദേഹമാർദ്ദം കൊണ്ടും കോമളത്തും കൊണ്ടും തൻ്റെ ഉള്ളങ്കാൽ നിലത്ത് വയ്പ്പാൻ പഠിക്കുന്ന തൊനാങ്കിയും സുഖഭോഗിനിയുമായ സ്ത്രീ തൻ്റെ മാറുവിടത്തിലെ ഭർത്താവിനും തൻ്റെ മകനും മകൾക്കും തൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന മറുപിള്ളയെയും താൻ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊടുക്കത്തക്കവണ്ണം ലുബ്ധനായി ശത്രുവിൻ്റെ പട്ടണങ്ങളിൽ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും സകല വസ്തുക്കളുടെയും ദുർലഭത്വം നിമിത്തം അവരെ രഹസ്യമായി തിന്നും. ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് അനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പഠിക്കുന്ന മിസ്രൈമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവൻ നിന്നെ പറ്റി പിടിക്കും. വചനത്തെ അനുസരിക്കാതെ പോകുമ്പോൾ എന്തെല്ലാം ദോഷങ്ങളാണ് ഇസ്രായേലിന് സംഭവിക്കുന്നത് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മയും കൂടെ സൂക്ഷിപ്പാനും ക്രമീകരിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനം കേൾക്കുന്നവരായിട്ടല്ല, കേട്ടതനുസരിക്കുക. കേട്ടതനുസരിക്കാതിരിക്കുമ്പോൾ നമ്മളെ തന്നെ ചതിക്കുക എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. മിസ്രൈമിലെ വ്യാധികളൊക്കെ നിന്റെ മേൽ വരുത്തും, അവൻ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടി നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ആകാശ നക്ഷത്രം പോലെ പെരുകിയിരിക്കുന്ന നിങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ വാക്കുകൾക്കായാൽ കൊണ്ട് ചുരുക്കം വരെ ശേഷിക്കും. നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾ നശിപ്പിക്കാനും നിർമൂലമാക്കണം. യഹോവ പ്രസാദിച്ച് നിങ്ങളുടെ കൈവശം ദേശത്ത് നിങ്ങളെ പറിച്ചു കളയും. അപ്പോൾ നമ്മൾ കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ പ്രസാദിച്ച് ചെയ്യുന്ന പോലെ തന്നെ വർദ്ധന നൽകുന്ന പോലെ തന്നെയാണ് അവൻ്റെ വചനങ്ങൾ നിഷേധിക്കുമ്പോൾ നമ്മൾ നശിപ്പിക്കുവാനും നിർമൂലമാക്കുവാനായിട്ട് ദൈവം നമ്മൾ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവരായി മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രാമ സ്ഥലമുണ്ടാകുകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. ഇത് അവരുള്ളൊരു പ്രമാണം, ഒരു വാഗ്ദത്തവുമായിരുന്നു, ഒരു മുന്നറിയിപ്പുമായിരുന്നു. വായിച്ച് യഹോവ നിന്നെ ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും.
അവിടെ നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത വയ്യായി മരവും കല്ലുകൊണ്ടുള്ള അനുദൈവങ്ങൾ നീ സേവിക്കും. ഈ വചനം പറയുമ്പോൾ ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അത് അത്രമാത്രം സംഭവിച്ചു കാണില്ല. എന്നാൽ AD 70 ശേഷമുള്ളവരുടെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിയാൽ നമുക്കറിയാം അവരുടെ അഭിമാന വിഷയമായിരുന്ന ആലയം നശിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ അസ്ഥിവാരം വരെ മാന്തി നശിപ്പിച്ചു. ഈ ജനത്തെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ചിതറിപ്പോകത്തേക്കും അത്രമാത്രം പീഡകളുണ്ടായി. ഓരോ രാജ്യങ്ങളെയും അധിപന്മാർ അവരെ നിഷ്കരണം കൊന്നൊടുക്കുവാനിടയായിത്തീർന്നു. പല നിലകളിൽ ഉപദ്രവിച്ചു. അവിടെ ഈ നിരാശയും വേദനയും എല്ലാം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും, രാവുമ്പോൾ നീ പേടിച്ചു പാർക്കും, പ്രാണഭയം നിന്നെ വിട്ടുമാറിയില്ല. എൻ്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യായങ്ങൾ കൊള്ളായിരുന്നു എന്നും സന്ധ്യകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും നീ പറയും. നീ കാണിക്കില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കി കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടുകളുമായി വിൽപ്പാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരുമുണ്ടാകുകയില്ല. കണ്ടോ, ഇത് അവരുടെ ജീവിതത്തിൽ അക്ഷരപ്രതി സംഭവിച്ച കാര്യമാണ്. അടിമച്ചന്തയിൽ നിങ്ങൾ കൊണ്ടു നിർത്തിയിട്ട് വാങ്ങുവാൻ ആളില്ലാതെ വന്ന ചരിത്രങ്ങളൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം അവരുടെ ദേശം വിട്ട് അവർ ഉഴന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് താമസിച്ചു. കൊടുങ്ങല്ലൂർ അതുപോലെ മട്ടാഞ്ചേരിയിലൊക്കെ വരും താമസിച്ചു. ഇന്നും മട്ടാഞ്ചേരിയിൽ ജൂത തെരുവുണ്ട്, അവരെ പഴയ പള്ളി അവിടെയുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഈ ജനതയെ ചിതറിച്ച് കളഞ്ഞു. അവർ അടിമകളാക്കി ചന്തയിൽ കൊണ്ട് വിൽക്കാനായിട്ട് നിർത്തി. അവരനുഭവിച്ച കഠിനമായ ശോധനകൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം. യഹൂദൻ പല ഭരണാധികാരികളാൽ പലതരത്തിലുള്ളതായ കഷ്ടങ്ങൾ അനുഭവിച്ചത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെയൊക്കെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു കളഞ്ഞതൊക്കെ നമുക്കറിയാം. അതുപോലെ ഏറ്റവും ക്രൂരമായ രീതിയിലൊക്കെ അവരോട് ഇടപെട്ടതായ ഭരണാധികാരികളുടെ ചരിത്രം നമുക്കറിയാം. എന്താ സംഭവം? അതിനകത്ത് അവർ മറുതലിച്ച് മുന്നോട്ട് പോയതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ കോപം അവരോട് പറഞ്ഞതുപോലെ അവർ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അടുത്തത് ഹോറേബിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമത്തിനും പുറമെ മോവാദേശത്ത് വെച്ച് അവരോട് ചെയ്യുവാൻ യഹോവ മോശയോട് കൽപ്പിച്ച നിയമത്തിൻ്റെ വചനങ്ങൾ ഇവ തന്നെ. അവർക്ക് പ്രമാണിക്കണനായിട്ട് ദൈവം കൊടുത്തതായ വചനങ്ങളാണിതൊക്കെ. ഇതനുസരിക്കാതെ പോകുന്നതിലൂടെ അവർ ശിക്ഷ അനുഭവിക്കുമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ അറിയിച്ചു. വീഴ്ച സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ കോപത്തിന് അവർ പാത്രമായി തീർന്നു. നാം ഇത് പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി തീരണം. നമ്മൾ ദൈവനം വായിച്ച് പഠിച്ച് അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനാണ്. ഒരിക്കലും നമുക്കിത് ശിക്ഷാവിധി കാരണമായി തീരരുത്. ഏതെങ്കിലും നിലകൾക്ക് ക്രമീകരണങ്ങൾ ആവശ്യമാണല്ലോ, തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ നമ്മളതെല്ലാം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായി നമ്മെ സമർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമർപ്പിച്ച ദിവസം ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ വചനങ്ങൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി നിങ്ങളെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ പിന്നെയും മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിനെ സൂക്ഷിക്കാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ഞാൻ നന്ദി പറയുന്നു. വിശേഷാൽ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഇത് സന്ദേശങ്ങൾ എത്തിക്കാനായിട്ട് ഉത്സാഹിക്കുക. വല്ല വിധേനയും കത്തുന്നതിൽ നിന്ന് ചില ഗോളികളെ കൂടെ വലിച്ചെടുത്ത് രക്ഷിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.